സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കത്തദാസിമാർക്കും എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കും. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ ദൈവം നൽകിയ ഏറ്റവും ശ്രേഷ്ഠകരമായ ഈ സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് സകല മാനവും പുകഴ്ചയും അർപ്പിക്കും. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശേഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച് പ്രിയ സാധിച്ചാരുടെ കുടുംബത്തോടുമുള്ള നന്ദിയും ഇത്തരത്തിൽ അറിയിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് കർത്താവ് മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിൽ വന്ന സംഭവം. 12ാമത്തെ വയസ്സിൽ 2ാമത്തെ ടെസ്റ്റ് പാസ്സാകാൻ ലേവ്യ പുസ്തകം 6ാം വയസ്സിൽ പറഞ്ഞു കേൾപ്പിച്ചെങ്കിൽ 12ാമത്തെ വയസ്സിൽ ബാക്കിയുള്ള സംഖ്യ ആവർത്തനം ഇത് ബാക്കിയുള്ള ശലോമോന്റെ ശലോമോന്റെ മണ്ഡപത്തിലേക്കാണ് രണ്ടാമതായി ഇപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്ന് അവിടെ വളരെ സ്കോളർലി ആയിട്ടുള്ള ആളുകൾ ഇരിക്കുന്നു. മഹാപുരോഹിതന്മാർ, ന്യായശാസ്ത്രിമാർ, പരീശന്മാർ, എസ്എൻഈസ്, സന്നിദ്രീൻ സംഘം, ഇതിലെ ആളുകളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞു, ഈ ജ്ഞാനികളായ ആളുകൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയല്ല, മറിച്ച് കർത്താവ് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ വാക്യം തെളിവ് സഹിതം കഴിഞ്ഞാൽ ചിലത് ഓർപ്പിച്ചു, മറന്നു പോകരുത്. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അതാണ് ആ 2ാമത്തെ ടെസ്റ്റിന്റെ പ്രത്യേകത. അവര് കൈകുടഞ്ഞ് പിന്മാറണം, ഞങ്ങൾക്കറിയില്ല എന്ന് പിന്മാറിയാൽ ഒരു റാബായി ആകാൻ വേണ്ടിയുള്ള പഠനത്തിന്റെ എൻട്രൻസ് പാസ്സാകുന്നു. എല്ലാം പിടി കിട്ടുന്നുണ്ടോ? ഈ 2ാമത്തെ ടെസ്റ്റോടെ പാസ്സാകുമ്പോൾ മാത്രമാണ് ഒരു റാബായി ആകാനുള്ള പഠനത്തിന് വേണ്ടിയുള്ള എൻട്രൻസ് ടെസ്റ്റ് പാസ്സാകുന്നത്. റാബായി ആകത്തൊന്നുമില്ല, റാബായി ആകാനുള്ള ആ എൻട്രൻസ് പരീക്ഷ പാസ്സാകുന്ന രംഗമാണ് ഈ 2ാമത്തെ ടെസ്റ്റ്. ക്ലിയർ ആയോ? അതിനുശേഷം വേണം തൽമൂദുകളെല്ലാം പഠിക്കാൻ. മിഷ്ന, മിഡ്രാഷ്, ബാബിലോൺ തൽമൂദ്, ജെറുസലേം തൽമൂദ്, ഇത് 4 അതിനൊരായുസ് മുഴുവൻ വേണ്ടി വരും. പുരുഷായുസ് മുഴുവൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ 2ാമത്തെ ആ ടെസ്റ്റ് കർത്താവ് അതിഗംഭീരമായി പാസ്സായി. കണ്ടവരും കേട്ടവരും ഒരുപോലെ പറഞ്ഞു, ഇവൻ ആരെ, ഈ ജ്ഞാനം എവിടെ നിന്ന്? കണ്ടോ? പക്ഷെ ആ സമയത്ത് മറ്റൊരു കാര്യം നടന്നു. അപ്പനും അമ്മയും തിരിച്ച് വീട്ടിലോട്ട് അങ്ങ് പോയി. കൊച്ചിന്റെ കാര്യം മറന്നു. മറന്നതല്ല, ഞാൻ ഓർപ്പിച്ചല്ലോ, 12ാമത്തെ വയസ്സിൽ നിന്ന് അവിടെ ടേണിംഗ് പോയിന്റ് ആണ്. അതുവരെ ഒരു കുഞ്ഞിന്റെ അമ്മയാണ് പരിചയിച്ചുകൊണ്ടിരുന്നെങ്കിൽ അന്ന് മുതൽ 12ാമത്തെ വയസ്സ് തികയുന്ന അന്ന് മുതൽ അറ്റാച്ച്മെന്റ് മാറി. മമ്മിയായിട്ട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല. അതുവരെ മമ്മിയുടെ അരിക്കല കടന്നതെങ്കിൽ അത് മാറി. നീ മമ്മിയുടെ കിടക്കാൻ നോക്കിയല്ല, റൂം സെപ്പറേറ്റഡ് ആയി. അതുവരെ എന്റെ കളിപ്പാട്ടങ്ങളൊക്കെ അനിയന്മാരുണ്ട്, അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഇളയ പെങ്ങന്മാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. മനസ്സിലായിട്ടുണ്ടോ? ചില ഇപ്പോഴും പ്രായമായെങ്കിൽ പഴയ വണ്ടികളിയൊന്നും വിട്ടിട്ടില്ലല്ലോ, അല്ലേ? അങ്ങനെയുള്ള നമ്മൾ നാടൻ ഭാഷ പറയും, പിള്ളകളി മാറിയിട്ടില്ല, ഒരു പക്വത വന്നിട്ടില്ല എന്നുള്ളതാ. കണ്ട? താങ്ക് യു. അപ്പോൾ ശ്രദ്ധിക്കൂ, ഈ അറ്റാച്ച്മെന്റ് മുഴുവൻ മാറി. ഇനി മുതൽ 12ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവന്റെ നാവിൽ എപ്പോഴും, അതുവരെ ചുടുതൻ പിടിക്കല്ല അമ്മ എന്നെ വിളിച്ചുകൊണ്ടിരുന്നെങ്കിൽ 12ാമത്തെ വയസ്സ് കഴിയുമ്പോൾ മുതൽ അവന്റെ വിളി മാറും. പിന്നെ ഒറ്റ വിളിയുള്ള അബ്ബ. അപ്പ എന്നല്ല, അബ്ബ. അർത്ഥം ഫാദറും തന്നെയാണ്.
കണ്ടോ? പിന്നെ അവന്റെ നാവിൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ, അബ്ബ. എന്തിനും ഏതിനും അപ്പനോടായിരിക്കണം അറ്റാച്ച്മെന്റ്. ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? അതോ ഇങ്ങനെ ചരിത്രം കേട്ടിരിക്കുകയാണോ? ഞാൻ രണ്ട് സൈഡും കൂടെ പറഞ്ഞത്, ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ അത് ഗ്രഹിക്കണം എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സ്തോത്രം. ഇതുവരെ നമ്മെ കൊണ്ടുവന്ന നമ്മുടെ സ്വന്തം അമ്മയുള്ള അറ്റാച്ച്മെന്റ് വിടണമെന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞങ്ങളും ചിന്തിക്കരുത്, അമ്മയെ നോക്കണം വേണ്ടത് ഞാൻ പിന്നെ പറയുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. 12ാമത്തെ വയസ്സിലെ ടേണിംഗ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവന്റെ വിളി വീഴ അബ്ബ അബ്ബ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ വിചാരിച്ചു ആരുടെ കൂടെ? അപ്പന്റെ കൂടെ. ഇവരുടെ യാത്രയുടെ സിസ്റ്റം ഞാൻ പറഞ്ഞ ഇവിടെ മനസ്സിലുണ്ടോ? സഹോദരന്മാരാണ് ഏറ്റവും ആദ്യം പോകുന്നത്. ഭയങ്കര ലോഡുമായിട്ടാണ് അവര് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ചെഞ്ച് അടിക്കാനുള്ള സാധനങ്ങൾ പോലും സഹോദരന്മാരാണ് ചുമന്നുകൊണ്ട് പോകുന്നത്. സഹോദരന്മാർ ഇതിന്റെ എല്ലാം തിയറിയും പറഞ്ഞുകൊണ്ട് പതുക്കെ കഥയൊക്കെ പറഞ്ഞ് പുറകെ പതുക്കെ വരികയുള്ളൂ. സംഭവം പിടികിട്ടിയോ? ഇവര് ഈ അങ്ങനെ ആളുകൾ ഡയലോഗ് അടിക്കാനാണല്ലോ കൂടുതൽ ആൾക്കാരുള്ളത്, അല്ലാതെ അധ്വാനിക്കുന്ന ആൾക്കാർ ചുരുക്കമല്ലേ. തമ്പുരാന് വേണ്ടാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ ഡയലോഗ് അടിക്കുന്നവരെയാ. ഭയങ്കര പ്ലാനും പദ്ധതി, ഒരു കാര്യം പറയാനൊക്കെയല്ല അല്ലേ. സച്ചിന്റെ ഒരു ആത്മീയകാര്യം പറഞ്ഞ അന്നേരം അവിടെ എല്ലാം കയറി ആവശ്യമുള്ള ഡയലോഗാ. നമുക്ക് ഒരു കൺവെൻഷൻ നടത്തിയാലോ, അതിന് പൈസ കൊടുക്കണം. എടാ നടത്തിയാലും നമ്മൾ ചോദിച്ചെന്നല്ലേ ഉള്ളൂ, പൈസയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. താല്പര്യമുണ്ടോ ഇല്ലെന്ന് ചോദിച്ചോളൂ അല്ലേ. അന്നേരം ഇപ്പൊ എവിടുന്ന് എടുത്തിട്ട് കൺവെൻഷൻ നടത്താനാ? എടാ എവിടുന്ന് എടുക്കുന്നു, എങ്ങനെ കൊടുക്കും, അത് രണ്ടാമത്തെ കാര്യം. കൺവെൻഷൻ നടത്താൻ താല്പര്യമുണ്ടോന്നുള്ളത്. നമുക്ക് എല്ലാവരും കൂടി പരസ്യവും നടത്തിയാലോ? എവിടെ? നീ അതിന്റെ കുറവും കൂടെ ഉള്ളൂ. അഭിപ്രായം പറഞ്ഞതല്ലേ ഉള്ളോ അല്ലേ? അത് കേൾക്കാൻ പോലും സമ്മതിക്കല്ല. അതിന് മുമ്പേ ഈ കർത്താവിന് ഡയലോഗ് അടിക്കുന്നവരെ വേണ്ട, അധ്വാനിക്കുന്നവരെ മതി. അതുകൊണ്ടാണ് ഈ ഏലിയാവ് ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ 12 പേർക്ക് ആളെ കൂട്ടിക്കൊണ്ട് ഒത്തു നിൽക്കുന്നു. അതിൽ 12ാമത്തെ ജോഡിക്ക് എലീശ തന്നെ നിൽക്കുന്നത്. 12 ജോഡിക്ക് ആളെ പൂട്ടാനുള്ള നിലം ഉണ്ടെങ്കിൽ അവൻ എന്നാ ധനാഠ്യരെന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് ആലോചിച്ച് നോക്കും. 12 ജോഡിക്ക് ആളെ പൂട്ടാനുള്ള നിലം സ്വന്തമായിട്ടുള്ളവന്റെ ആസ്തിയും സാമ്പത്തിക നിലവാരം എന്തുമാത്രമുണ്ട്. അവന് വാസ്തവത്തിൽ കരയ്ക്കുന്നോ ഡയലോഗ് അടിച്ചുകൊണ്ട് നിന്നാൽ മതി. പക്ഷെ ഏലിയാവ് നോക്കിയപ്പോൾ ഇവൻ ഡയലോഗ് അടിച്ചുകൊണ്ട് കരയ്ക്ക് നിൽക്കുകയല്ല, മുട്ടറ്റ ചേർന്നകത്ത് മറ്റുള്ളവരോടൊപ്പം ഇറങ്ങി നിൽക്കുക. അപ്പൊ ഏലിയാവിന് മനസ്സിലായി ഇവൻ കൊള്ളാം. ഈ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ഡയലോഗ് അടിക്കുന്നവരെ കൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനമില്ല. ഇവൻ ഈ ഡയലോഗ് അടി മാത്രമേ ഒന്നും നടക്കുകയല്ല. ചേർന്നകത്ത് ഇറങ്ങാൻ മനസ്സുള്ളവനെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളൂ. അവന്റെ മേലെ പുതപ്പ് വീണിട്ടും കാര്യമുള്ളൂ. അല്ല ചുമ്മാ അവിടെ കൊണ്ട് പുതപ്പ് വേണം, എന്നെ എനിക്കുള്ള സകലത്തെയും തീ കത്തിക്കാന്ന് പാടിയാലൊന്നും ഒരു തീയും വരികയല്ല. മനസ്സിലാവുന്നു? ചേറിനകത്ത് ഇറങ്ങാൻ മനസ്സുള്ളവനെ ദൈവം ഉപയോഗിക്കും. സ്തോത്രം. അത് അല്പം ചേറൊക്കെ ദേഹത്തൊക്കെ പറ്റുവന്നേ. എല്ലാരും ഞാൻ പലപ്പോഴും ഒക്കെ പലരെയും വയലിനെ കുറിച്ച് ഭയങ്കര ആകാംക്ഷയോടെ തന്നെ, പക്ഷെ ദേഹത്ത് ശാലം പോലും ചെളി പറ്റാൻ സമ്മതിക്കുക. എടാ ഫുൾ സ്യൂട്ട് ഇട്ടുകൊണ്ട് വയലിറങ്ങാൻ പറ്റുമോ? പറ്റുമോ? ആരെങ്കിലും മുട്ടറ്റം വരെയുള്ള ബൂട്ട് ഇട്ടുകൊണ്ട് കണ്ടത്തിലിറങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശാലം പോലും വേഗം വലത്തെ കക്ഷികളാണ് വയലിന്റെ കാര്യം പറഞ്ഞ പോട്ടെ. ഞാൻ ആ ഭാഗം പറഞ്ഞ് നമ്മുടെ സബ്ജക്റ്റ് അവിടെ കിടക്കും, ഞാൻ മടങ്ങി വരും. അപ്പോൾ ഈ പുരുഷന്മാരെന്ത് ചെയ്യും? അവരിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് ദേവാലയത്തിന്റെ മറ്റു സംഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ പുറകെ വരത്തേ ഉള്ളൂ. സഹോദരിമാരാണ് തലക്ക് പോകുന്നത്. തിരിച്ചു പോകുമ്പോൾ അത് തന്നെയാ സംഭവിക്കുന്നത്. അപ്പോ ഇവരങ്ങ് പോയപ്പോ അമ്മ മറിയാമ്മ വിചാരിച്ചത് 12 വയസ്സ് കഴിഞ്ഞാൽ ഇനിയിപ്പോ അപ്പന്റെ കൂടെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം വിചാരിച്ചു ആരുടെ കൂടെ? അമ്മയുടെ കൂടെ ഉണ്ടെന്ന്. രണ്ടുപേരും അങ്ങ് പോയി. അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാ കൊച്ചിന്റെ കാര്യം ഓർത്ത്. എന്ത് ചെയ്യാൻ ചോദിച്ചു. അത് നിന്റെ കൂടെ ഇല്ലായിരുന്നു. എന്റെ കൂടോ? എന്റെ കൂടെ അല്ല, അവന് പ്രായം കഴിഞ്ഞ അവൻ നിങ്ങളുടെ അല്ല പറഞ്ഞു. രണ്ടുപേരും അന്നേരം റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വന്നു. യെരൂശലേം ദേവാലയം നോക്കിയിട്ട് കാണാനില്ല. നേരെ ശലോമോന്റെ മണ്ഡപത്തിലേക്ക് ചെന്നപ്പോ കണ്ട കാഴ്ച മറിയ ഞെട്ടിപ്പോയി. ന്യായശാസ്ത്രിമാർ, പരീശന്മാർ, മഹാപുരോഹിതന്മാർ, സന്നിധി സംഘം, യസനീസ് ആൾക്കാരിയ്ക്കുകയല്ലേ. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അവര് വിഷമിച്ചു. അവസാനം സലാം പറഞ്ഞു, സമ്മതിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ
ഇനി റാബായി ആയിട്ട് പോകാനുള്ള പഠനത്തിന്റെ കർത്താവ് പാസ്സായെന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, മറി ചോദിച്ചു, മോനെ നീ എന്ത് പണിയായി കാണിച്ചത്? ഞങ്ങൾ നിന്നെ കുറിച്ച് വല്ലാതെ വിഷമിച്ചല്ലോ. എന്ന കർത്താവിന്റെ മറു ചോദ്യം, ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? കണ്ടോ, ദൈവത്തെ വെളിപ്പെട്ട രംഗം കണ്ടോ? യോസഫിന്റെ മറിയുടെ മകനായിരിക്കുമ്പോൾ തന്നെ 12-ാമത്തെ വയസ്സിൽ കർത്താവ് അങ്ങോട്ട് ചോദിച്ചു, ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? അപ്പനും അമ്മയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ തന്നെ താൻ ആരാണെന്നുള്ള വ്യക്തത വാഴ്ത്തപ്പെട്ട കർത്താവിനുണ്ടായിരുന്നു. സ്തോത്രം. നിങ്ങൾ ആ പോയിന്റ് വിടരുതേ. ഞാൻ എന്റെ പിതാവിനുള്ളത് ഇരിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചപ്പോൾ പിതാവായ ദൈവത്തിന്റെ പുത്രനാണ് താനെന്നുള്ള തിരിച്ചറിവ് വളരെ സ്പഷ്ടമാക്കുന്ന ഒരു രംഗം. എന്നിട്ടും നിങ്ങൾ വായിച്ചു നോക്കണം, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു എന്ന്. എന്റെ പൊന്നെ, ആ വാക്യത്തിന്റെയൊക്കെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1,00,000 ടൺ വെയിറ്റ് ഉണ്ട് ആ വാക്യത്തിനൊക്കെ. മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരുന്നൊക്കെ പറഞ്ഞു. ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും യോസഫിനും മറിയയ്ക്ക് കീഴ്പ്പെട്ടിരുന്നു. തുടർന്നുള്ള ജീവിതം ശ്രദ്ധിക്കണം. ഇവിടെ ഒരാൾ പ്രാർത്ഥിച്ച ഒരാളുടെ തലവേദന മാറിയാൽ എന്തോ പ്രകടനമായിരിക്കും. ആ പുള്ളിയെ സ്റ്റേജിൽ കൊണ്ടുവരുന്നു, പുള്ളിയുടെ തലയുടെ ഫോട്ടോ എടുക്കുന്നു. തലവേദന ഇവിടുന്ന് ഏത് ഭാഗത്തേക്കാണ് വന്നത്? അത് അവിടുന്ന് ഇങ്ങോട്ടായിരുന്നു. നമ്മുടെ ചർച്ചിലേക്ക് വരുമ്പോൾ സഹോദരന് വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പേ വരെ വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് ചോദിക്കാനൊക്കെ സ്പെഷ്യൽ ആൾക്കാരാ അല്ലേ? അത് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് സഹോദരൻ അനുഭവപ്പെട്ടത്? ഇതാർക്കും നിനക്കെന്താ കിട്ടാന്? കർത്താവ് സൗഖ്യമാക്കുന്ന പറയുകയാണെങ്കിൽ പിന്നെ നീ ഈ ഗിമ്മിക്സ് ഒക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? സ്വോത്രം. കർത്താവ് സൗഖ്യമാക്കി വിളിച്ചതെല്ലാം പറഞ്ഞു, ഒരു മനുഷ്യനോടും മിണ്ടിയേക്കരുത്. നമ്മളാണെ ക്യാമറ ആയിട്ടാണ്. തലവേദനയ്ക്ക് മുമ്പുള്ള ഫോട്ടോ ഒന്ന്, തലവേദന മാറിക്കഴിഞ്ഞുള്ള ഫോട്ടോ, ചിരിച്ചോണ്ടിരിക്കുന്ന വേറൊരു ഫോട്ടോ. ആ ഫോട്ടോ എന്റെ ടോൺ മാറാവും, ഞാനങ്ങ് മിണ്ടുന്നില്ല, ഞാൻ എന്നെ തന്നെ അങ്ങ് അടക്കുക, രക്തത്തിൽ ആശ്രയിച്ചു. സ്വോത്രം. ഇവനെല്ലാം കൂടെ കയറിയാണ് ഈ ആത്മീക മണ്ഡലം മുഴുവൻ തകർത്ത് താറുമാറാക്കിയത്. സ്വോത്രം. ഞാൻ ഈ ശുശ്രൂഷിച്ച നിങ്ങളുടെ പുറത്തെ പണിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ വിഷയം നിങ്ങളുടെ അകത്തെ മനുഷ്യനാ. നിങ്ങളുടെ പുറത്തെ തലവേദന മാറുവോ, ഷുഗർ മാറുവോ, കാലിന്റെ വേദന മാറുവോ, ഇതൊന്നും എനിക്ക് വിഷയമല്ല. അത് മാറിയെങ്കിൽ മാറി, ഇല്ലെങ്കിൽ ഇല്ല. വിഷയം അവിടല്ല, അകത്തൊരുവനുണ്ട്. നിങ്ങളുടെ അകത്തെ മനുഷ്യന് ക്രിസ്തുവിനെ തികഞ്ഞവനാക്കണം, അതാണ് വിഷയം. സ്വോത്രം. നിത്യതയ്ക്ക് വേണ്ടി അകത്തെ മനുഷ്യനെ തയ്യാറാക്കണം. അതിനെ ഞാൻ ഈ സ്ട്രെയിൻ എടുക്കുന്നത്. മനസ്സിലാവുന്നോണ്ട് ഞാൻ വിശ്വസിക്കുന്നു. മടങ്ങി വരാം. നോക്കൂ, തന്റെ ദൈവത്വം പൂർണ്ണമായി വെളിപ്പെട്ടിട്ടും he controlled himself. He never revealed to anyone. ആരോടും അക്കാര്യം പറഞ്ഞില്ല. മാതാപിതാക്കളും പറഞ്ഞില്ല, ഞങ്ങളുടെ കുഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പറഞ്ഞോ? ഇല്ലല്ലോ. നമ്മുടെ പിള്ളേർ 21-ാം സംഘത്തിന് കാണാന്ന് പറയട്ടെ, അപ്പൊ കാണാം പ്രകടനം വല്ലതും ഉണ്ടോന്ന്. നിങ്ങൾ വിചാരിക്കും കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഷാജി പാസ്റ്റർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രോത്സാഹിപ്പിച്ചു, വേണം, നിശ്ചയമായിട്ടും വേണം. ഞങ്ങളുടെ ചർച്ചിലെ പിള്ളേരെല്ലാം കഴിഞ്ഞ ഞായറാഴ്ച എഫേസ്യ ലേഖനം 1 അധ്യായം മുഴുവനും എല്ലാ കുഞ്ഞുങ്ങളും കാണാതെ പറഞ്ഞു. ആരും ഫോട്ടോ എടുത്തില്ല, ആരും ഫേസ്ബുക്കിൽ എടുത്തില്ല. എനിക്കറിയാം, ഒരെണ്ണം പോലും ക്യാമറ എടുക്കുകയല്ല, നടക്കുകയല്ല അവിടെ. അത്രേ ഉള്ളൂ. സ്വോത്രം. പക്ഷെ കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ട് പറഞ്ഞു. പക്ഷെ അത് പ്രകടിപ്പിക്കാനല്ല, ആ കുഞ്ഞുങ്ങളുടെ അകത്ത് അത് കാണുന്നില്ല. ലോകരെ കാണിച്ചിട്ട് 3 ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലാകുന്നുണ്ട്? യോസഫും മറിയത് ആരോടും പറഞ്ഞില്ല. പറയാൻ കാര്യമുണ്ട്, വാക്യമുണ്ടോ? മറിയോ ഇതൊക്കെ ഉള്ളിൽ സംഗ്രഹിച്ചു. കണ്ടോ? അല്ല, നാട് നിങ്ങളെ പറഞ്ഞോണ്ട് നടന്നല്ല. ഞങ്ങളുടെ കൊച്ചു പറഞ്ഞു കേട്ടോ, 12 വയസ്സുള്ളിലും ഞാൻ എന്റെ പിതാവുള്ള ഇരിക്കേണ്ടതല്ലയോ? കാണുന്നതല്ല. ചിന്നമാമി അറിഞ്ഞായിരുന്നോ? എന്റെ കുഞ്ഞുമോളെ അതൊന്ന് കേൾക്കണം, അവൻ പറയുന്നത്. ഇതിനകത്ത് കുഞ്ഞുമോള് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അതിന് ഉണ്ടേലും വേണ്ടില്ല, അങ്ങ് മനസ്സാന്തരപ്പെട്ടാണ്. സ്വോത്രം. നമുക്ക് മഹത്വം ദൈവത്തിന് മാത്രം കൊടുത്താൽ മതിയെന്നേ. സ്വോത്രം. എനിക്കറിയാം, ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടാ വീട്ടിൽ തന്നെ കുത്തിപ്പിടിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്നോളാം, അതാ നല്ലത്. എനിക്ക് ഇതന്നെ തികയുന്നില്ല സമയം. അന്നേരം പ്രൈസ് ദി ലോർഡ്. Come back to the word of God.
ദൈവജനത്തിലേക്ക് മടങ്ങി വരാം. അപ്പോ ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പൻ വിചാരിച്ചു അമ്മയുടെ കൂടെ കാണും, അമ്മ വിചാരിച്ചു അപ്പന്റെ കൂടെ കാണും. യോ മടങ്ങി വന്നപ്പോൾ ചോദിക്കുക, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? അപ്പോൾ ഞാൻ ആരാന്നുള്ള ബോധ്യമുണ്ടായി, പിതാവ് ആരാന്നുള്ള ബോധ്യമുണ്ടായി, പിതാവിനുള്ളത് എന്താന്നുള്ള ബോധ്യമുണ്ടായി. അതെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആ സംഭാഷണം ഞാൻ മുന്നോട്ട് നീങ്ങുക. നോക്കൂ, 13-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെയുള്ള ഈ 18 വർഷം, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഞാൻ പറഞ്ഞല്ലോ, തുടർന്ന് കർത്താവ് തന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുവരുന്ന എങ്ങനെ നിങ്ങൾ നോക്കണേ. വളരെ പ്രാധാന്യമേറിക്കുന്ന ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് കൈമാറ്റി ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് വിഷൻ എടുക്കാമോ? 4-ാം അധ്യായം 16-ാമത് വാക്യം, 4:16. എടുത്തു വായിക്കണേ. അവൻ വളർന്ന നസ്രത്തിൽ വന്നു. അവൻ വളർന്ന നസ്രത്തിൽ വന്നു. ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. എങ്ങനെ വായിക്കാൻ നിന്ന? ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. വായിച്ചോ മോളെ, വായിച്ചോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. മതി, അത്ര മതി. താങ്ക് യു. മതി ജോമോൾ, താങ്ക് യു സോ മച്ച്. പള്ളിയിൽ ചെന്നു പതിവ് പോലെ. എനിക്ക് ആ പദങ്ങളൊക്കെ കിട്ടണം, അതിനാണ് ഞാൻ ഇങ്ങനെ ഈ ചോദിക്കുന്നത്. എങ്ങനെയാ? പതിവ് പോലെ. ഇനി അത്ഭുതപ്പെട്ടു പോവുക. 12-ാമത്തെ വയസ്സിൽ തോറ മുഴുവനും കാണാതെ പഠിച്ച് തനക്ക് ഏറെക്കുറെ ഹൃദയസ്ഥമാക്കിയ വാഴ്ത്തപ്പെട്ട കർത്താവ് പതിവ് പോലെ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ പതിവ് പോലെ വായിക്കാൻ പുസ്തകം കൊടുത്തു. ആ കാലത്ത് അത്രമേൽ വായിക്കാൻ അറിയാവുന്ന ആളുകൾ ചുരുക്കമാണ്. മനസ്സിലാവുന്നോ? വളരെ ചുരുക്കമാണ്. അപ്പോൾ സെനഗോഗിൽ ഒരു വായനാ പീഠമുണ്ട്. ആ പീഠത്തിൽ ന്യായപ്രമാണം നിവർത്തി വെച്ച് വായിക്കണം. അങ്ങനെ അപ്പൊ പതിവ് പോലെ അങ്ങനെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ ചെന്നു അന്നേരമെല്ലാം ന്യായപ്രമാണം കർത്താവ് വായിക്കുമായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് ഞാൻ തരികയാണേ. എന്റെ ചോദ്യമേ, ഞാൻ എൻ്റെ പിതാവിൽ ഇരിക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞ ദൈവപുത്രനാണ് ബോധ്യമായവനും ന്യായപ്രമാണം വാഴ്ത്തപ്പെട്ട കർത്താവിനും ഡെയിലി ന്യായപ്രമാണമായി അത്യാവശ്യമായിരുന്നെങ്കിൽ നമ്മളോ? പറ. പിന്നെ നമ്മുടെ വായന ഭയങ്കരമല്ലേ? സോദരം 91-ാം സംഘത്തിനല്ലേ നമ്മൾ തെറ്റാ വായിക്കുള്ളൂ. ബാക്കിയെല്ലാം കുഴയും. സത്യമായ കാര്യം. പ്രത്യേകിച്ച് പാസ്റ്റർമാർ. വേദവസം വായിക്കാത്തൊരു വർഗം ഭൂമിയിലുണ്ടെങ്കിൽ പാസ്റ്റർമാര്. കാരണം എല്ലാം അറിയാമല്ലോ, സംഭവ ഐഡിയ മനസ്സിലുണ്ടല്ലോ. പാസ്റ്റർമാരുടെ കഴിവ് കാണുന്നുള്ളൊരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത അന്നേരം കാണാം. കാരണം കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം ഒരു കാരണവശാലും ഇടയ്ക്കൊന്നും വായിക്കുകയോ അതിനകത്തൊന്നും പ്രസംഗിക്കുകയോ ചെയ്യത്തില്ല. ഇപ്പൊ ഞാൻ ജിജി പാസ് വല്ലേ ഉള്ളൂ ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ സമാധാനത്തോടെ പറഞ്ഞു. പിന്നെ ഡേവിഡ്സൺ പാസ്റ്ററൊക്കെ നമ്മൾ പറഞ്ഞു നിൽക്കാൻ അപ്പുറത്തോട്ട് പോവുകയല്ല. സാവശ്യാനും അങ്ങനെ തന്നെ. അപ്പോൾ ഉള്ളവര് നമ്മുടെ കസ്റ്റഡിയിലുള്ളവരായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അവര് നാളെ കൊടിയും പിടിച്ചുകൊണ്ട് വരിക എന്ന ഉറപ്പുള്ളത് കൊണ്ട്. സ്തോത്രം. ഈ 15-ാം അധ്യായം ഞാൻ എപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആര് വായിച്ചാലും ഒരു 19 തെറ്റെങ്കിലും കാണും. കാരണം ഈ സമയത്തല്ലാതെ വായിക്കില്ല. 45-ാം സംഘത്തിന് കല്യാണത്തിന് ആരെങ്കിലും തെറ്റുകൂടാതെ വായിച്ചു കേട്ടിട്ടുണ്ടോ? ഇല്ല.
ചുമ്മാതിരുന്നാൽ പോലും തുറന്നോ വായിക്കുകയോ ചെയ്യത്തില്ല. എന്നുവെച്ചാൽ പബ്ലിക് നിന്നുകൊണ്ട് പിന്നെ അത് വായിച്ച് ആകെപ്പാടെ കുളമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അപ്പൊ പാസ്റ്റർമാർ സ്ഥിതി ഇതാണെങ്കിൽ വിശ്വാസത്തിന്റെ കാര്യം ആലോചിച്ചുണ്ടാകും. അപ്പൊ നിങ്ങൾ ആരും വേദപുസ്തകം വായിക്കാത്തവരും പഠിക്കാത്തവരും ആണെന്ന് ഞാൻ നിങ്ങളെ ആകെപ്പാടെ വിമർശിക്കോ തരതാക്കി കിട്ടുമല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. കർത്താവ് അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ കാര്യമോ വചനം ജഡമായി തീർന്നവരായി ചെയ്തെന്ന് വിചാരിക്കണേ. അതൊക്കെ ഓർക്കുമ്പോൾ അന്തം വിട്ടു പോകുന്നു. അയ്യോ, വചനം ജഡമായി തീർന്നവൻ പതിവായി വചനം വായിച്ചുകൊണ്ടിരുന്നു. സ്വോത്രം. ഇപ്പോഴും നമ്മൾ വായിക്കണമെങ്കിൽ ഒന്നരത്തോടെ തുപ്പല് വാരി തേക്കും. പേപ്പർ അറിയുന്നല്ലേ, ഒട്ടിയിരിക്കല്ലേ. ഇത് വായിച്ചാലേ ഇതിനകത്തെ പേപ്പറൊക്കെ ഒന്ന് സെപ്പറേറ്റഡ് ആവും. പിന്നെ കിട്ടാൻ വേണ്ടി വാരി തേക്കുക. അയ്യടാ, അങ്ങനെ വാരി തേക്കുന്നതും തുപ്പുന്നതും തമ്മിൽ എന്താ വ്യത്യാസം പ്രിയരെ? ഡോണ്ട് ഡു ദാറ്റ് അറ്റ് എനി കോസ്റ്റ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ചെല്ലി കണ്ടില്ലേ, ചീഞ്ഞ കക്ഷത്തിലോട്ട് ഈ പുസ്തകം എടുത്ത് വെക്കുന്നു. വേർത്ത് കുറിച്ച് നിന്നേച്ച് ഒരു നാരങ്ങാ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത്. നമുക്കിന്നിപ്പോ പിന്നെ തെരണ്ടിമാലൊന്നും കിട്ടുകയല്ലാത്തോണ്ട് അങ്ങ് ക്ഷമിച്ചു വിടാം. സ്വോത്രം. അല്ലെ പിന്നെ അതിനൊക്കെ മരുന്ന് തെരണ്ടിമാലേ ഉള്ളൂ. എന്നെ ആരെയും എവിടുത്തെ ശരിയാക്കും എനിക്കറിയാം. എന്നാലും വേണ്ടിയില്ല, ഉള്ളത്രയും കഴിഞ്ഞ് തന്നെ പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. സ്വോത്രം. നമ്മുടെ ക്ലാസ്സിൽ തന്നെ എത്ര പേര് കാണുന്നുള്ളൂ ഞാൻ നേരത്തെ ആത്മാവിൽ കണ്ടേച്ചിരിക്കുന്നു. എനിക്ക് നന്നായിട്ടറിയാം എന്റെ കൺക്ലൂഷൻ പറയുമ്പോൾ എത്ര പേര് കാണുന്നുള്ളൂ. പ്രിയരെ, ഞാൻ ഒന്നുകൂടെ അവഗണിച്ചോ നിങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഒന്നും ശ്രമിക്കുകയല്ല. ബി സീരിയസ്. അത്ര ഞാൻ, കാരണം ഇത് ക്ലാസ് അല്ലേ, അതിനുവേണ്ടി ഞാൻ പറഞ്ഞത്. നമുക്ക് മടങ്ങി വരാം. അപ്പോൾ അടുത്ത പദവിയിലേക്ക് കർത്താവ് കയറുക. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കണേ. ലൂക്കോസ് വളരെ കൃത്യമായിട്ട് അത് എഴുതി. ഒരു സംശയത്തിന്റെ മറുപടി പറഞ്ഞ് ഞാനങ്ങ് പോകാം. ചോദിച്ചാൽ ഈ ക്ലാസ്സിലുണ്ടെന്ന് എന്റെ വിശ്വാസം. ലൂക്കോസ് ഇത് എഴുതുമ്പോൾ പൗലോസ് അപ്പോൾ കാരാഗൃഹത്തിൽ. പൗലോസ് എവിടെ പോയാലും കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറുടെ പേരാണ് ലൂക്കോസ്. കാരണം പൗലോസ് ഇല്ലാത്ത അസുഖങ്ങളില്ല. ഡോക്ടറെ കൂടെ കൊണ്ടു നടന്ന മനുഷ്യനാണ് പൗലോസ്. പക്ഷെ ആ പൗലോസിന്റെ റൂമാല് തട്ടയാൽ ആൾക്കാർ സൗഖ്യമാകും, നെല്ലടിച്ചാൽ സൗഖ്യമാകും. അതൊക്കെയാണ്. പക്ഷെ പൗലോസിന് അസുഖം ഉണ്ടാക്കി. പക്ഷെ ഒരു ഗുണമുണ്ട്, എന്ത് അസുഖമാണെന്ന് ഒരിടത്ത് പുള്ളിയോ പറഞ്ഞിട്ടില്ല. എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടത്. നമുക്ക് എന്തൊരു അസുഖം ഉണ്ടെങ്കിൽ ഇതുപോലെ രോഗം വർണ്ണിക്കാൻ നമ്മളെപ്പോലെ വിദഗ്ധര് ഭൂമിയിലില്ല. അത് ആ സാക്ഷ്യത്തിന്റെ സമയത്തും കൊണ്ടാണെങ്കിൽ അന്നൊരു ഗസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ സാക്ഷ്യം നിന്ന് തകർത്തുകളെ. പാസ്റ്റർ പ്രത്യേകം പറഞ്ഞത് അതിഥിയായ കത്താൻ ക്ലാസ്സുള്ളതുകൊണ്ട് സാക്ഷ്യം വളരെ ചുരുക്കി പറയുന്ന അന്ന് നമുക്ക് അങ്ങ് ആത്മാവും കയറും. പാട്ട് പാടിയ സാക്ഷ്യത്തിൽ എഴുന്നേക്കുള്ളൂ. അതൊരു 4 സ്റ്റാൻസ് എങ്കിലും പാടി. അപ്പൊ നടത്തിപ്പുകാരനായ പാസ്റ്റർ അവിടെ ഇരുന്ന് വിഷമിക്കുക. കാരണം ഈ ഗസ്റ്റിന് സമയം കൊടുക്കണമല്ലോ. അപ്പൊ പിന്നെ ഏതാണ്ട് ഒരു വയ്യാഴിക വന്നു, അല്ലെ കാലും തട്ടി, അത് പറഞ്ഞ് അവതരിപ്പിക്കാൻ കാണിക്കുന്ന ഡ്രാമ. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ഇറങ്ങിയതാണ്. ചെരുപ്പിടുന്നത് വരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ അവിടുന്ന് 1ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇങ്ങനെ 6 സ്റ്റെപ്പ്. കാരണം ഇത് വല്ല ആരെയും ചോദിച്ചോ? ഞാൻ പറയാം, 6 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. 1ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റെപ്പിന്റെ ആ അഗ്രത്തിൽ നിന്ന് 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കാല് വെച്ചപ്പോഴേക്കും കാലൊന്നും മടിഞ്ഞു. ഞാൻ എന്റെ കർത്താവേ ഒന്നേ വിളിച്ചുള്ളൂ. ഒരു ശകേരം തൊലി പോയതുള്ളതാണ് ഞാൻ വിചാരിച്ചത്. എങ്കിലും ആരാധന മുടങ്ങാതിരിക്കാൻ ഞാൻ ഓടി വരുന്ന സന്ദർഭത്തിലാണ് കാലിൽ കൂടെ ചോര പോകുന്നതായി കാണുവാൻ തക്കവണ്ണമായി ഇടയായി തീരുവാൻ തക്കവണ്ണം സാധിച്ചു. എന്താ കാണുവാൻ തക്കവണ്ണമായി ഇടയായി തീരുവാൻ തക്കവണ്ണമായി സാധിച്ചു. ഈ തക്കവണ്ണം പൊക്കവണ്ണം കിവിക്കടിയും പോയ പിന്നെ അതിനകത്ത് ഒന്നുമില്ല. നമ്മുടെ ഭാഷയുടെ ഗുണമാണ്. എന്ത് ചെയ്താൽ സബ്ജക്റ്റും പഠിക്കാൻ ചെയ്യാത്ത ഒരു സെന്റൻസ് പൂർണ്ണമായിട്ട് നമ്മൾ പറയുക ശരിയല്ലേ? രാവിലെ നടക്കാൻ പോകുന്ന കർത്താവിൽ എന്റെ കർത്താവിന്റെ പ്രഷറോ ഷുഗറോ വല്ലതും ഉണ്ടോ? രാവിലെ നടക്കാൻ പോകുന്ന കർത്താവിൽ പോട്ടെ, നിങ്ങൾ ഇനി അടുത്ത ആഴ്ച വന്നില്ലെങ്കിലും എന്നോട് മടങ്ങി വരിക. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ലൂക്കോസ് പൂർണ്ണ രോഗിയ പൗലോസിനോട് എപ്പോഴും ഉണ്ട്. പക്ഷെ പൗലോസ് ഇപ്പോൾ കാരാഗൃഹത്തിലായി. ആ സമയത്ത് ലൂക്കോസ് എന്ന
റിസർച്ച് ചെയ്യുന്ന മനുഷ്യൻ ഇസ്രായേൽ ദേശം മുഴുവൻ, പലസ്തീൻ ദേശം മുഴുവൻ, കനാൻ ദേശം മുഴുവൻ തലങ്ങും വിലങ്ങും സഞ്ചരിച്ച് യഹോശുവ എന്ന മനുഷ്യനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചു. യഹോശുവ, മനസ്സിലായോ? നമ്മൾ യേശു എന്നാ പറയുന്നത്. യഹോശുവ അന്വേഷിച്ചു. ഇങ്ങനെ ആളുണ്ടായിരുന്നു. പുള്ളി എന്തായിരുന്നു രീതി? പുള്ളിയുടെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുള്ളിയുടെ ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെ പുള്ളിയുടെ പ്രൊഫഷനൊക്കെ എന്തായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നുള്ളത് വളരെ കൃത്യമായ റിസർച്ച് ചെയ്തതിനു ശേഷമാണ് ലൂക്കോസ് എഴുതുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കൃത്യമായ റിസർച്ച് ചെയ്യാൻ. നിങ്ങൾ അതിന് സംശയം ഉണ്ടെങ്കിൽ ലൂക്കോസ് നിങ്ങൾ സെപ്പറേറ്റ് വായിച്ചു നോക്കും, അല്ലേ? മത്തായി മാർക്കോസ് എഴുതുമ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ സൗഖ്യമാക്കി എന്ന് പറയും. ലൂക്കോസ് എഴുതുമ്പോൾ വലത് കൈ വരണ്ട, കൃത്യം പറയുന്നു കേട്ടോ. കൈവരണ്ട എന്ന് പറഞ്ഞാൽ മതി, ഇടത്താ വലത്തായാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും സൗഖ്യമായല്ലോ. കൈ വരണ്ട എന്ന് വളരെ സ്പെസിഫിക് ആയി പറയുന്നു. വലത് കൈ വരണ്ട. ദാസന്റെ കാതറുത്തു എന്നേ മത്തായി മാർക്കോസും പറയുന്നു. ലൂക്കോസ് പറയുമ്പോൾ വലത് കാത് എടുത്തു പറയുന്നു. ഓരോ മൈന്യൂട്ടുള്ള കാര്യം സ്പെസിഫിക് ആയി പറയുന്ന അത്രയ്ക്കും റിസർച്ച് ചെയ്തെഴുതിയ മനുഷ്യനാണ് ലൂക്കോസ്. അതുകൊണ്ടാണ് 5-ാമത്തെ വരുമ്പോൾ ഗന്നസരത്ത് തടാകം എന്ന് പറയാൻ കാരണം. ബാക്കി എല്ലാവരും പറയുമ്പോൾ ഗലീലാക്കടൽ. ഈ ഗലീലാക്കടലും തിബരിയാസും ഗന്നസരേത്തും ഇതെല്ലാം ഒന്ന് തന്നെയാണ്, മറന്നു പോകരുത്. ഗലീലാക്കടലും തിബരിയാസും ഗന്നസരേത്തും കിന്നരോത്ത് എന്നൊക്കെ പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. ഗലീലക്കടലിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളായതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം. പക്ഷെ ലൂക്കോസ് മാത്രം, ബാക്കിയുള്ള എല്ലാവരും കടൽ എന്ന് പറയുമ്പോൾ ലൂക്കോസ് മാത്രം തടാകം, ഗന്നസരേത്ത് തടാകം എന്ന് പറയും. ഏതാണ്ട് 13 മൈൽ നീളം, 8 മൈൽ വീതിയുള്ള ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകത്തെ ലൂക്കോസ് കടൽ എന്നല്ല വിളിക്കുന്നത്. കാരണം ലൂക്കോസ് ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് സഞ്ചരിച്ചുള്ള മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊരു കടലായിട്ട് കാണാൻ തോന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അതൊരു തടാകം എന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അത്രയ്ക്കും ഗവേഷണം നടത്തി കാര്യങ്ങൾ അവതരിപ്പിച്ച വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് എഴുതുന്ന വ്യക്തിയാണ് ആര്? ലൂക്കോസ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചു തീർന്നാൽ ഉടൻ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ കൂടെ വായിക്കണം. കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ കണ്ടിന്യൂവേഷനാണ് അപ്പോസ്തല പ്രവൃത്തികൾ. രണ്ടും ലൂക്കോസ് തന്നെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യവും മറക്കരുത്. അപ്പോസ്തല പ്രവൃത്തികളും സുവിശേഷവും ലൂക്കോസ് തന്നെയാണ് എഴുതുന്നത്. അതുകൊണ്ട് അത് വായിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അപ്പോസ്തല പ്രവൃത്തികൾ കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒരു രൂപരേഖ തെറ്റുകൂടാതെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വിടുകയാണ്. നിങ്ങൾ നോക്കണേ, ഈ ലൂക്കോസ് ഈ എഴുതുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജീവിതം അതേപടി തെറ്റുകൂടാതെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇതിനകത്തില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. കൃത്യമായി ദേവാലയത്തിൽ പോവുകയും മാതാപിതാക്കളെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് കർത്താവ് മുന്നോട്ട് നീങ്ങുന്നത്. ഇനി ശ്രദ്ധിക്കണേ, 13-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ, 12-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 13-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പന്റെ ട്രേഡ് എന്താണോ അത് മകനും പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. മനസ്സിലായോ? വാഴ്ത്തപ്പെട്ട കർത്താവും അപ്പനോടൊപ്പം ഭംഗിയാവണ്ണം ആശാരിപ്പണി പഠിക്കുക, ഭംഗിയായിട്ട് പണി പഠിച്ചു. പക്ഷെ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണേ, ആശാരിപ്പണിക്ക് പോകുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 12-ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ താൻ റാബായി ആകാൻ വേണ്ടിയുള്ള പഠനത്തിലല്ലേ. മിഷ്ന, മിഡ്രാഷ്, ജെറുസലേം തൽമീദ്, ബാബിലോൺ തൽമൂദ്, ഇത് 4മാണ് പ്രധാന സിലബസ്. ഇത് 4 നന്നായിട്ട് പഠിക്കണം. അതിന് നന്നായി പണം മുടക്കിയാലേ പറ്റൂ. അത് 4ഉം 4ഇടത്ത് പോയി സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുടെ അടുക്കൽ നിന്നാണ് അത് പഠിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ക്ലാസ് അവസാനിപ്പിച്ച് പോകരുത്, രക്തത്തിൽ ആശ്രയിച്ചെങ്കിൽ ഇരുന്നാൽ മതി. പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ ഒക്കാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞു വിടുന്നു മാത്രം.
കാര്യം ഞാൻ പറയാം. കർത്താവ് പിതാവിനോടൊപ്പം നന്നായിട്ട് ആശാരിപ്പണി ചെയ്യുക. അതെന്താ കാര്യം എന്നറിയാമോ? ഈ 4 ഇടത്തും പോയി ഇത് പഠിക്കണ്ടേ? യഹൂദന്റെ പ്രമാണം അനുസരിച്ച് ന്യായപ്രമാണം സൗജന്യമായി പഠിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. അമ്പട ഷാജിപ്പാസ് കൊള്ളാം അല്ലേ? പറഞ്ഞ് എങ്ങോട്ടായി കൊണ്ടുവരുന്നെന്നുള്ള നിങ്ങൾ ചിന്തിക്കും. ഞാൻ എങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഞാൻ ഉള്ള കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നാളെ പറഞ്ഞു, ഞാൻ ആ ഉദ്ദേശിച്ചല്ല, എന്റെ പ്ലാനും അതല്ല. പക്ഷെ ഇത് വളച്ചൊടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്ട്രൈറ്റ് അങ്ങ് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ഈ കടയിലൊക്കെ ഇരിക്കുമ്പോൾ ആരോടും ദൈവാത്മ ഇടപെടുകയാണെങ്കിൽ ഇടപെടട്ടെ, അതും കൂടെ കണക്കിലാക്കിയ സ്തോത്രം. അപ്പോൾ ന്യായപ്രമാണം ഒരിക്കലും സൗജന്യമായി പഠിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. യഹൂദൻ അതൊട്ട് ചെയ്യത്തുമില്ല. ഒരു കാരണവശാലും തിരുവഴുത്ത് സൗജന്യമായി ചെന്ന് പഠിക്കാണ്ടിരിക്കത്തില്ല. പഠിപ്പിക്കുന്നയാൾ ഒരിക്കലും സൗജന്യമായിട്ടോട്ട് പഠിപ്പിക്കത്തുമില്ല. നിങ്ങൾ വിചാരിക്കുക അങ്ങനെയല്ല, സൗജന്യമായിട്ട് കിട്ടി സൗജന്യമായിട്ട് കൊടുക്കണമെന്നല്ലേ? അത് രക്ഷയുടെ സന്ദേശം. സൗജന്യമായി പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യാൻ രക്ഷയുടെ സന്ദേശമാണ് സൗജന്യമായിട്ട് പറയേണ്ടത്. അതല്ല. തിരുവഴുത്തിന്റെ പൊരുള് തിരിക്കുക. നിങ്ങൾ വിചാരിക്കും ഷാജിപ്പാസ് എന്തിനാ പുള്ളിക്കൊന്നും കിട്ടാത്തതിന്റെ പുള്ളി ഇങ്ങനെ ആ പരി ഒപ്പിച്ചു കൊണ്ടുവന്ന് പറഞ്ഞാണോ? നോ, ഞാൻ കർത്താവിന്റെ എഫേർട്ട് മാറ്റുന്ന കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ തന്നെ ഈ യാഥാർത്ഥ്യങ്ങൾ അറിയാതെയും പോകരുത്. അതുകൊണ്ടാണോ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞത്, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അപ്പൊ എല്ലാവരുടെയും ഓഹരി കിട്ടും എന്നുള്ള പ്രത്യാശയോടെ ഞാൻ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുന്നു. ഓക്കെ, എന്താ സംഭവം എന്നറിയാമോ? 19ാമത്തെ വയസ്സായപ്പോഴേക്ക് യോസഫ് മരിച്ചു. നിങ്ങൾ തെളിവ് ചോദിച്ചൊന്നും ഇപ്പം വരരുതേ, ഞാൻ പിന്നീട് അങ്ങോട്ടൊക്കെ വരുമ്പം ഇതെവിടെ നമ്മളൊക്കെ പറഞ്ഞോളാം. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 19 വയസ്സായപ്പോഴേക്കും യോസഫ് മരിച്ചു. അപ്പോഴേക്കും അപ്പനേക്കാൾ നല്ലൊരു ആശാരിയായി കർത്താവ് മാറിക്കഴിഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറഞ്ഞ ഏജ് ടൈം ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. യഹൂദന്റെ രീതി അനുസരിച്ച് 18ാമത്തെ വയസ്സിലാണ് ഒരു പയ്യൻ വിവാഹം കഴിക്കേണ്ടത്. കർത്താവിന് ഇപ്പോൾ 19 വയസ്സായി. വകുപ്പ് അനുസരിച്ച് 18ാമത്തെ വയസ്സിൽ വിവാഹം നടക്കണം. ഇനി ഏതെങ്കിലും കാരണവശാൽ 18ാമത്തെ വയസ്സിൽ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ 20ാമത്തെ വയസ്സ് വരെ അത് പോസ്റ്റ്പോണ്ട് ചെയ്യാം. കുഴപ്പമില്ല. 18ാമത്തെ വയസ്സിൽ കല്യാണം നടന്നില്ലെങ്കിൽ 20ാമത്തെ വയസ്സ് വരെ ടൈം ഒന്ന് വിട്ടുകൊടുക്കും. 20ാമത്തെ വയസ്സിൽ നടന്നില്ലെങ്കിൽ മാക്സിമം 24ാമത്തെ വയസ്സ് വരെ ടൈമുണ്ട്. അതാ 24ാമത്തെ വയസ്സിലും വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ നടക്കാതിരിക്കാൻ പറ്റുകയില്ല, നടത്തിയേ പറ്റൂ. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു എക്സ്റ്റൻഷൻ ഇല്ല. ഇനി ആർക്കെങ്കിലും 24ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കാതെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതൊരു റാബായി ആകാൻ, എന്താ പറയാ, ദൈവത്തിന്റെ ന്യായപ്രമാണം പഠിക്കാൻ വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെക്കുന്ന ഒരാൾക്ക് മാത്രമേ വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞ പദങ്ങൾ ശ്രദ്ധിക്കണം. 18ാമത്തെ വയസ്സിൽ നിർബന്ധമായിട്ടും വിവാഹം ഏതെങ്കിലും സാഹചര്യ നിമിത്തം പറ്റുന്നില്ല എന്നെങ്കിൽ 20ാമത്തെ വയസ്സ് വരെ അനുവദിക്കും. 20ാമത്തെ വയസ്സാകുമ്പോൾ വിവാഹം നടന്നിരിക്കണം. 20ാമത്തെ വയസ്സിൽ വിവാഹം നടന്നില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാക്സിമം 24 വരെ കൊടുക്കും. 24ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചിരിക്കണം, നിർബന്ധമാണ്. 24ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ദൈവം അവനെ കൈവിട്ടെന്നാണ് യഹൂദന്റെ വിശ്വാസം. കാരണം പറയാം, ഒരു പുരുഷൻ ജനിക്കുമ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ അവന് വേണ്ടി ഒരു പെൺകുട്ടിയും കൂടെ ജനിക്കുന്നു എന്നുള്ളതാണ് യഹൂദന്റെ വിശ്വാസം. വിശ്വാസം മാത്രമല്ല, അതാണല്ലോ അതിന്റെ ശരി. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യന്റെ സൃഷ്ടി മുതല് ഏകനായിരിക്കുന്ന ശരിയല്ല എന്ന് പറഞ്ഞ തക്ക തുണ ഉണ്ടാക്കി കൊടുത്ത ദൈവം ഒരു പുരുഷൻ ജനിച്ച് ചില നാളുകൾ കഴിയുമ്പോൾ അവന് വേണ്ടുന്ന തക്ക തുണയെ ഈ ഭൂമിയിൽ ജനിപ്പിക്കുന്നു. ഇവൻ കൃത്യസമയത്ത് വിവാഹം കഴിക്കാതെ പോയാൽ
അവന് വേണ്ടി ഒരുക്കി വെച്ച തക്ക തുണയ്ക്കെങ്കിലും ജനിപ്പിച്ച ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ കാരണമായ, അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ദൈവശക്തിക്ക് ആ കാര്യം തിരിച്ചറിയാം. അവളുടെ ഭാവി പോകാതിരിക്കാൻ ദൈവം അവളെ മറ്റൊരുവനെ ഏൽപ്പിക്കും, ദൈവം അവനെ കൈവിടും. അതാണ് യഹൂദന്റെ ചിന്ത. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് 24-ാമത്തെ വയസ്സ് വരെ മാക്സിമം വിടും, അതിനു മുമ്പ് വിവാഹം നടന്നിരിക്കും. 24-ാമത്തെ വയസ്സിൽ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമേ ഉള്ളൂ, റാബായാകാൻ 30-ാമത്തെ വയസ്സ് വരെ തുടർമാനമായി ന്യായപ്രമാണം പഠിക്കുന്ന, തോറ പഠിക്കാൻ ജീവിതം വിട്ടുകൊടുക്കുന്ന ഒരാൾക്ക് മാത്രമേ 30-ാമത്തെ വയസ്സ് വരെ വിവാഹം കഴിക്കാതിരിക്കാനുള്ള അനുവാദം കൊടുക്കുന്നുള്ളൂ. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരായവർ. പിടികിട്ടുന്നുണ്ടോ? തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിന്ന് പറയുന്നില്ലേ? അത് പിടികിട്ടാതെ സുവിശേഷകരെ കറങ്ങുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടല്ല. സ്തോത്രം. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ പേരിൽ കൊണ്ടെങ്കിൽ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാതെ ദൈവരാജ്യ നിമിത്തം ഷണ്മാരായി കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ചാടി ഇറങ്ങുന്ന കാര്യമല്ലത്. സ്തോത്രം. തമ്പുരാൻ അങ്ങനെ പറയല്ലോ. തുടക്കം പോലെ ഒറ്റയ്ക്കിരിക്കുന്ന അല്ലെന്ന് പറഞ്ഞേച്ച് ദൈവരാജ്യത്തിനോട് ഇങ്ങനെ ആയാൽ മതി കർത്താവ് പറയുമോ? അവസരം പോലെ മാറ്റി പറയണവനാണോ കർത്താവ്? അല്ലല്ലോ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടല്ലേ. അതിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണല്ലോ ക്രൂശിൽ കർത്താവിനെ പിതാവ് കൈവിട്ടെന്ന് പറയുന്നത്. വാക്യം അങ്ങനെ, എന്റെ ദൈവം നീ എന്നെ കൈവിട്ടത് എന്തെന്ന്. അതെന്തിനങ്ങനെ പരിഭാഷപ്പെടുത്തുന്നത് എനിക്ക് ഇന്നും മനസ്സിലാകുന്നു. 3 പേരും കൂടെ കൂടി ഒരു കാര്യം ആലോചിച്ചൊരു സമയമായപ്പോ അപ്പം മാറിയെന്ന്. അങ്ങനുണ്ട്. മരുമല എന്ന് പറഞ്ഞൊരു മലയില്ല, അങ്ങനെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മോശയെ ഏലിയാവും പിതാവായ ദൈവങ്ങൾ ഒരുമിച്ച് സമ്മതിച്ച് ഫൈനൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ക്രൂശീകരണം എങ്ങനെ നടത്താൻ തീരുമാനിച്ച് പ്ലാൻ ചെയ്തിട്ട് നിർണായക ഘട്ടം വന്നപ്പം പിതാവ് അങ്ങ് മാറിക്കളഞ്ഞു. അങ്ങനൊന്നും അല്ലത്. നമ്മുടെ പുസ്തകത്തിൽ എന്റെ ദൈവമേ എന്നെ കൈവിട്ടെന്ന് എഴുതി വെച്ചിരിക്കണം. നമ്മളൊക്കെ പറയാ പിതാവും ഊരും കൈവിട്ടം. ആ അപ്പന്റെ ഇഷ്ടം ആ ക്രൂശി നിർവഹിക്കുന്നത്. അപ്പന്റെ ഇഷ്ടം ചെയ്യുമ്പോ അപ്പം മാറിക്കളയോ? അല്ലല്ലോ. ഞാൻ നിങ്ങളുടെ മുഖം വാടിയെ നല്ല പ്രത്യാശയോടെ വന്നത് പെട്ടെന്ന് ആകാശം മേഘാവൃതമായല്ലോ. സ്തോത്രം. ഞാൻ അവിടെ വരുമ്പോ പറഞ്ഞോളാം. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കർത്താവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ 30-ാമത്തെ വയസ്സ് വരെ വിവാഹം കഴിക്കാതിരിക്കുന്ന റാബായിമാർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. അവരാണ് ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ കല്യാണം കഴിക്കുക എന്ന അർത്ഥത്തിലല്ല. ആ പഠനം പൂർത്തിരിക്കുന്നവരെ അവർ വൈവാഹിക ജീവിതത്തിൽ മാറിയിരിക്കുന്നുള്ളത് അതിനർത്ഥം. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, ഞാൻ മടങ്ങി വരും. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 19-ാമത്തെ വയസ്സിൽ യോസഫും കൂടെ പോയതോടുകൂടെ അധ്വാനത്തിന് ഒരു മയവും ഇല്ല. നിങ്ങൾക്കറിയാമോ, മൂത്ത ആളായതുകൊണ്ട് ഇളച്ചങ്ങളുടെ കാര്യം നോക്കണം, ഇളയ സഹോദരന്റെ വിവാഹം നടത്തണം. അതെല്ലാം കൃത്യമായി കർത്താവ് നടത്തി. അതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സ്തോത്രം. നേരെ ഇളയ സഹോദരനാണ് യാക്കോബ്. യാക്കോബിന്റെ വിവാഹം, ഇളയ സഹോദരിമാരുടെ വിവാഹം, അതെല്ലാം കൃത്യമായി കർത്താവ് നടത്തി, ആശാരിപ്പണി ചെയ്ത്. അതെന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരുപാട് കാര്യം എന്റെ മനസ്സിൽ വരുന്നു. കർത്താവ് എന്തിനാ അങ്ങനെ ചെയ്തേ? നിങ്ങൾക്കറിയാമോ, ഒരു വിവാഹം നടക്കുന്ന പറഞ്ഞ ചെറിയ കാര്യമല്ല. ഒരു വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി, എന്താ പറയണ്ട, ഒരു വലിയൊരു ബേഡൻ തന്നെ. അത് കട്ട ഒരാട്ടല്ല, എത്ര പേരെ കല്യാണം നടത്തുന്നറിയും. വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോലെ കാര്യം നടക്കുകയില്ല. വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ പെണ്ണും ചെറുക്കൻ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പെണ്ണിന്റെ അപ്പന ചെറുക്കൻ 400 ശേക്കൽ അങ്ങോട്ട് കൊടുക്കണം. ഒറ്റ കുഞ്ഞുങ്ങൾ അനങ്ങിയില്ല, സ്തോത്രവും പറഞ്ഞില്ല. കാരണം സ്തോത്രം പറയാൻ പറ്റിയൊരു ദൂതല്ല ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് എനിക്ക് പിടികിട്ടി. വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ 400 ശേക്കൽ പെണ്ണിന്റെ അപ്പൻ അങ്ങോട്ട് കൊടുക്കണം ചെറുക്കൻ. 400 അല്ലേ ഉള്ളൂ അല്ലേ?
400 ശേഖൽ എന്ന് പറഞ്ഞ സംഭവം പിടി കിട്ടുന്നുണ്ടോ? പറയാം. ഒരു വർഷം ഒരാൾ കഠിനാധ്വാനം ചെയ്താൽ നേടുന്ന തുകയാണ് 300 ശേഖൽ. ഒരു വർഷം കഠിന പ്രയത്നം ചെയ്ത് ജോലി ചെയ്താൽ, ഡേ നൈറ്റും ഡ്യൂട്ടിയൊക്കെ ചെയ്താൽ 300 ശേഖൽ കിട്ടും. ആ 300 ശേഖൽ കൊണ്ട് എങ്ങനെ കല്യാണം നടത്താൻ പറ്റും? അപ്പൊ അവനെന്തറിയാമോ? 400 ശേഖൽ ഉണ്ടല്ലോ കല്യാണം നടത്താൻ പറ്റുള്ളൂ. ഇവൻ അവന്റെ സിനഗോഗിൽ ചെല്ലും. സിനഗോഗിൽ ചെന്നിട്ട് അവിടുത്തെ പുരോഹിതന്മാരോടും അധികാരിയോടും പറയും, എനിക്കൊരു വിവാഹം കഴിക്കണം, പക്ഷെ എന്റെ കയ്യിൽ പണമില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ചെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആണ്ടിലും സംക്രാന്തിക്ക് സിനഗോഗിൽ ചെന്നാൽ ഒക്കുകയല്ല. സിനഗോഗിൽ പേരും ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിയമ്പലം പോലെ കിടക്കുന്നതല്ല സിനഗോഗ്. മനസ്സിലായോ? ചർച്ച് ഈസ് നോട്ട് എ ക്ലബ്. സഭ ഒരു ക്ലബ് അല്ല. എപ്പം വേണ്ടും വരാൻ പോകാം, എന്തും പറയാം. നോ. സിനഗോഗിൽ നിരന്തരം വരുന്ന ആളുടെ പേര് ലിസ്റ്റ്, കുടുംബ ലിസ്റ്റ്, അവരുടെ പേര്, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രേഖയുണ്ട്. അവിടുത്തെ റാബായിമാരും ഒക്കെ അത് ശ്രദ്ധിക്കുകയും ചെയ്യും. ശാസ്ത്രിമാർ പ്രത്യേകം ശ്രദ്ധിക്കും. മുടങ്ങുന്നുണ്ടോ, വരുന്നുണ്ടോ, ന്യായപ്രമാണം നന്നായി കേൾക്കുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ, കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ടോ, ഇതെല്ലാം ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, പൈസ കുറവാണെന്നുണ്ടെങ്കിൽ സിനഗോഗിൽ ചെന്ന് പറയുമ്പോൾ സിനഗോഗിൽ നിന്നും 200 ശേക്കൽ കൊടുക്കും. 200 ശേക്കൽ കൊടുക്കും. അപ്പൊ പിന്നെ കല്യാണം നടത്താൻ എളുപ്പമാണ്. ഇനി നിങ്ങൾ പറ, ഇളയത്തിങ്ങളുടെ കല്യാണം നടത്താൻ കർത്താവ് കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്? കർത്താവ് സഹോദരനെ കല്യാണം നടത്തു പറയുമ്പോ രക്തസാക്ഷിയെ ഗ്ലോറി, സ്തോത്രം. നമുക്കൊരു കൈ അടിച്ച് കൈയും പൊക്കുമ്പോൾ നമ്മുടെ കാര്യം തീർന്നു. കർത്താവ് കഷ്ടപ്പാട് വല്ല നടത്തുന്നു ചിന്തിച്ചു നോക്കണം. ശരിക്കും അധ്വാനിച്ചു. അതാണ് അധ്വാനിച്ചെന്ന് പറഞ്ഞാൽ പോരെ, ശരിക്കും അധ്വാനിച്ചു. അങ്ങനെയാണ് സഹോദരന്റെ കല്യാണമൊക്കെ നടത്തിയത്. കണ്ടോ? ഇപ്പൊ എന്തോ അധ്വാനം എന്നറിയാമോ? ഒരു കാരണവശാലും യഹൂദന്റെ രീതി അനുസരിച്ച് അധ്വാനത്തിൽ നിന്ന് മാറിയിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, 13ാമത്തെ വയസ്സ് കഴിയുമ്പോൾ അപ്പന്റെ സ്കിൽ എന്താണോ, അല്ലെങ്കിൽ അപ്പൻ ചില ജോലി എന്താണോ, അല്ലെങ്കിൽ അവൻ ഏത് സ്കില്ലാണോ ഉള്ളത് അത് ഉപയോഗിച്ചിരിക്കണം. നിങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കരുത്. നമുക്കുള്ള സ്കിൽ എന്താണോ അത് നന്നായി യൂട്ടിലൈസ് ചെയ്യണം. നമ്മളെ ചിന്ത ശുശ്രൂഷയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, വേലയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, അപ്പനെ നോക്കണ്ട, അമ്മയെ നോക്കണ്ട, 24 മണിക്കൂർ ശുശ്രൂഷ. സ്തോത്രം. എനിക്കൊരു ആന്റി അറിയായിരുന്നു, രാവിലെ 6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, 8:45 ആകുമ്പോൾ കയറി വരും. എവിടെ പോയതാ? അയ്യോ, ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഭർത്താവ് എഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിക്കാൻ നോക്കുമ്പം കർത്തദാസി അവിടെ ഇല്ല. എവിടെ? അയ്യോ, ഇന്നടത്താ മീറ്റിങ്ങിന് പോയി. ആ പാവത്താൻ തന്നെത്താൻ പോയി ചായ ഇട്ട് കുടിച്ചേച്ച് എന്നാ ഉച്ചയ്ക്ക് എല്ലാം കിട്ടുള്ളൂ എന്നത് കയറി വരുമ്പോഴും ഉച്ചയ്ക്ക് വന്നില്ല. കാരണം രാവിലെ പോയതില്ല, ശുശ്രൂഷ വ്യാപാരത്തിൽ നിന്ന് കയറി വന്നിട്ടില്ല. ഉച്ചയ്ക്ക് കിട്ടാത്ത പിന്നെ വൈകിട്ടത്തെ കാര്യം നാല് ചെയ്യുക. പാവം പാലും മുഴുവൻ നന്നായിട്ട് അധ്വാനിച്ച് വൈകിട്ട് കയറി വരുമ്പോണ്ടല്ലോ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല വീട്ടിൽ, കാരണം ആളില്ലല്ലോ. പുള്ളി ലൈറ്റ് വേണ്ടി ഇട്ടേച്ച് വെള്ളമൊക്കെ എടുത്ത് കുളിച്ചേച്ച് ഇനി കത്തുദാസി വന്നിട്ട് ആത്മാവിൽ നിറഞ്ഞ് വലിയ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. വാക്യം മറന്നു പോയത്, കുടുംബം നോക്കാത്തവർ ദൈവസഭ എങ്ങനെ ഭരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വല്ല മനസ്സിലാക്കുന്നുണ്ടോ? ഫിസിക്കൽ അധ്വാനം നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാ. അതിന് മാതൃക ദൈവത്തിന്റെ തന്നെയാണ്. ദൈവമാണ് മാതൃക തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ മാതൃക എന്തെന്നറിയാമോ? 6:1. 6:1 അതാണ് ദൈവത്തിന്റെ മാതൃക.
6 ദിവസം വേല ചെയ്ത് 7-ാമത്തെ ദിവസം സ്വസ്ഥമായിട്ടിരിക്കും. എന്റെ പ്രിയരെ, നമ്മുടെ ദൈവത്തെ പോലെ ഇത്ര വർഹോളിക്കായിട്ടുള്ള ഒരു ദൈവം വേറെ ഇല്ല. ദൈവം തന്നെ വേറെ ഇല്ല. അപ്പൊ പിന്നെ പറയണം. നമുക്കുള്ള ദൈവം ഇതുപോലെ 6 ദിവസം കൊണ്ട് ഇത്ര മനോഹരമായ ഒരു ഭൂമിയെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ വർക്ക്മാൻഷിപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത്? നമ്മൾ ഇന്നും നല്ല സ്ഥലങ്ങൾ മൊത്തം പോയി കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല, പോയിട്ടില്ല. കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലേ? ആ പാടെ നമ്മളിപ്പം പുതുതായിട്ട് വന്ന കോർഫക്കാന്റെ അവിടുത്തെ എന്താ പറയാ, ടണലിനകത്തൂടെ കുറെ യാത്ര ചെയ്തു. അമ്പടെ എന്ത് രസമാണ് കാണാൻ, അല്ലേ? ഞാനും പോയിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ടെന്ന് പറയാനല്ല, നമ്മൾ ഈ 1-2 സ്ഥലം കാണുന്നത് എത്ര ഭയങ്കര എന്തോ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരു മൂല കണ്ടതേ ഉള്ളൂ. അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ ഇത്ര പ്രകൃതി രമണീയമായ, അത് പറഞ്ഞ പോരാ, ശപിക്കപ്പെട്ട് ശാപം കിട്ടിയ ഭൂമി ഇത്രയും മനോഹരമാണ്. അപ്പൊ അതിന് മുമ്പത്തെ ഭൂമി എന്തായിരിക്കും? പാപം കൊണ്ട് നിറഞ്ഞു കുമിഞ്ഞുകൂടിയ ഭൂമി ഇത്ര മനോഹരമാണ്. അതൊന്നും ഇല്ലാതിരുന്ന ഭൂമി എത്ര മനോഹരമായിരിക്കും. 6 ദിവസം കൊണ്ട് ഈ ഭൂമി എങ്ങനെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം എത്ര ആക്റ്റീവ് ആയിരുന്നു, അല്ലേ? സ്തോത്രം. 6 ദിവസം വർക്ക് ചെയ്യണം. 7-ാമത്തെ ദിവസം ഫുള്ള് ദൈവത്തിന് കൊടുക്കണം. 7-ാമത്തെ ദിവസം നമ്മൾ വർക്ക് ചെയ്യാൻ പോകണമെന്നല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് 6:1 ആണ്. നന്നായിട്ട് അധ്വാനിക്കണം. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് 18 വർഷം നല്ല 1-ാം ക്ലാസ് ആയിട്ട് സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും പരിപാടി കാണിച്ചോ? പറ. ഈ 18 വർഷത്തിനിടയിൽ ഒരിടത്തെങ്കിലും ഈ 12-ാമത്തെ വയസ്സിൽ പറഞ്ഞൊരു വാചകം പോലെ എന്തൊരു വാചകം കൊണ്ടെങ്കിലും താൻ ആരാ തെളിയിക്കാൻ ശ്രമിച്ചോ? ഇല്ല. പിന്നെ എന്തിനാ ഈ 18 വർഷം അധ്വാനിച്ചെന്നറിയാമോ? 18 വർഷം കൊണ്ട് അധ്വാനിക്കുക മാത്രമല്ല, തന്റെ ഇന്റഗ്രിറ്റി, തന്റെ ക്യാരക്ടർ അതെന്താണെന്ന് തെളിയിക്കുക. മനസ്സിലാകുന്നോ ഞാൻ പറഞ്ഞത്? നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് ആരാണെന്നുള്ള തന്റെ ഇന്റഗ്രിറ്റി അഥവാ തന്റെ ക്യാരക്ടർ അതെന്താണെന്ന് പ്രൂവ് ചെയ്യാതെ ഈ 18 വർഷം കൊണ്ട്. മനസ്സിലാകുന്നോ? ഭൗതികമായ അധ്വാനത്തിലൂടെ നമ്മുടെ ഇന്റഗ്രിറ്റിയും നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് തെളിയിച്ചുകൊണ്ട് വേണം പതുക്കെ ശുശ്രൂഷയിലോട്ട് കയറാൻ. ഞാൻ മനഃപൂർവ്വം ഒരു 2 സെക്കൻഡ് നിർത്തിയതാ. എത്ര പേർ നെറ്റി ചുളിയുന്നുണ്ടെന്ന് അറിയാൻ. സ്തോത്രം. മനസ്സിലായോ? അധ്വാനിച്ചേ നമ്മുടെ ക്യാരക്ടർ ഇന്റഗ്രിറ്റി. ഓരോ വീട്ടിലും പണിക്ക് ചെല്ലിയല്ലേ, പണിയുമ്പോഴെല്ലാം ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറയുമ്പോ വീട്ടുകാർ ശ്രദ്ധിക്കും. അയ്യോ ശരിയാണ്, ശരിയാ, മോശം ന്യായപ്രമാണത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. കാരണം ഈ 13-ാമത്തെ വയസ്സ് മുതൽ താൻ എന്ത് ചെയ്യുക? റാബായാകാനുള്ള പഠനത്തിലാ. അത് പഠിക്കാൻ പോവുകയും അതിനൊപ്പം പണിയും കൂടെ ചെയ്യുക. ശരിയല്ലേ? തോറ പഠിക്കാനായിട്ട് 4 പ്രധാന റാബായിമാർ ഒരിക്കൽ പോവുകയും പകല് മുഴുവൻ പണി. ഇപ്പൊ ബൈബിളിലൊക്കെ പോയി 6 മാസം കഴിഞ്ഞപ്പോ ഞാൻ പിള്ളേരുടെ മിണ്ടനൊക്കെ തന്നെ സൂക്ഷിക്കണം. ഭയങ്കര ബേസിറ്റ് സംസാരിക്കുള്ളൂ. ഇന്നാള് ഒരു ബൈബിളിൽ പോയി 2 മാസം കഴിഞ്ഞുള്ളവൻ അവധിക്ക് വന്നപ്പോൾ ചർച്ചയിൽ പ്രസംഗിച്ചത് ഇന്നത്തെ തോട്ടിനായി ഒരു വേർഡ് വായിക്കാവുന്നു. ഇന്നത്തെ തോട്ടിനായി, ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കും. ഇന്നത്തെ തോട്ടിനായി ഒരു വേർഡ് വായിക്കാം. അയ്യോ എനിക്ക് അങ്ങ് ഇക്ലി എടുക്കുവോ? ആകെപ്പാടൊരു അസ്വസ്ഥതയൊക്കെ തോന്നും. സ്വോത്രം. ഒരാളെ നോക്കിയേ, 4
സ്പെഷ്യലൈസ്ഡ് റാബായിമാർ അരികെ പോയി പഠിക്കുകയും പകല് മുഴുവനും ഉളിയായിട്ടിരിക്കുക. പണിയിനിടയ്ക്കും വീട്ടുകാരോടൊക്കെ സംസാരിക്കും. അങ്ങനെ താൻ കയറി ഇറങ്ങാത്ത വീടുകളില്ല ഈ 18 വർഷം കൊണ്ട്. മനസ്സിലായോ? താൻ ആരാണെന്നുള്ളത് ഈ 18 വർഷം കൊണ്ട് ആ ദേശത്ത് താൻ ചെന്ന് കയറി എല്ലാ വീട്ടിലും തന്റെ ഇന്റഗ്രിറ്റി താൻ തെളിയിച്ചു, തന്റെ ക്യാരക്ടർ തെളിയിച്ചു. സ്വോത്രം. നോക്കിക്കേ, 18 വർഷത്തെ പഠനം 12ാമത്തെ വയസ്സായപ്പോഴത്തേക്കും എന്താ പറയാ 39 പുസ്തകത്തിന്റെയും ഏറെക്കുറെ സ്പെഷ്യലിസ്റ്റ് ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് റാബായി ആകാനുള്ള പഠനം നടക്കുന്നത്. അപ്പൊ ടൈമിങ്ങും കാലഗതിയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്തോത്രം. എനിക്കതൊക്കെ പറയുമ്പോൾ വല്ലാതെ ത്രില്ലടിക്കും. 18 വർഷം കൊണ്ട് താൻ കയറി ചെന്ന മുഴുവൻ വീട്ടിലും മനസ്സിലായി ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാം. തന്റെ ഇന്റഗ്രിറ്റി താൻ തെളിയിച്ചു, ക്യാരക്ടർ തെളിയിച്ചു. പിന്നീട് പറയുന്നുണ്ടല്ലോ, സാധാരണ ആൾക്കാരെ പോലെ ഇവനെ അധികാരമുള്ളവനായിട്ടാണ് സംസാരിക്കുന്നതെന്ന് സാക്ഷ്യം പറഞ്ഞുണ്ട്. ഞാൻ അങ്ങോട്ട് പിന്നീട് വരുന്നുണ്ടേ. ഇനിയിപ്പോ അങ്ങോട്ട് എത്താനുള്ള ടൈം ഇല്ലാത്തപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ് ഒതുക്കുന്നു. 18 വർഷം തന്റെ ഭൗതികമായ മേഖലയിൽ അധ്വാനിച്ച് തന്റെ ഇന്റഗ്രിറ്റി തെളിയിച്ചു, ക്യാരക്ടർ തെളിയിച്ചിട്ടാണ് മിനിസ്ട്രിയിലേക്ക് ഇറങ്ങുന്നത്. ഇന്നങ്ങനല്ലല്ലോ. 30 വർഷത്തെ കണ്ടിന്യൂസ് പഠനം ഇവിടെ ഉള്ളപ്പം 3 വർഷം ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോയി പഠിച്ച്, ബൈബിൾ കോളേജിന് പേരേ ഉള്ളൂ, അവിടെ പഠിപ്പിക്കാത്തൊരു സാധനം ബൈബിളേ ഉള്ളൂ. അത് പോട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഏതായാലും കൊള്ളാം. അത് കഴിഞ്ഞ ഉടനെ അവരൊരു സർട്ടിഫിക്കറ്റും കൊടുത്തു, ഇല്ലേ? ചെന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്ത് പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും ചർച്ച തരണം. പിന്നെ ഉടനെ പുള്ളി ശുശ്രൂഷയായി, കാര്യങ്ങളായി, ഇടപാടായി. ഏതായാലും കൊള്ളാം, മിനിസ്ട്രി കൊണ്ട് പുള്ളി ഒരു ലൈഫ് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയാണല്ലോ. അപ്പം മിനിസ്ട്രിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിച്ചു കഴിഞ്ഞ് വന്നതല്ലേ, ശുശ്രൂഷ ലൈഫിന്റെ സഭാചാര ഘടന കല്യാണം കഴിക്കണം. അപ്പൊ ഒരു UK നേഴ്സിംഗ് ആയിട്ടുള്ളൊരു പെൺകൊച്ചാണെന്ന് അതിന് സൗകര്യമായി. കല്യാണം കഴിഞ്ഞു. പിന്നെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ UK പോകാൻ തക്കൊണ്ടമായിട്ട് ഇടയാക്കിയിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഒക്കെയല്ല, UK പോയതെന്നും പറഞ്ഞാൽ ഒക്കെയല്ല, UK പോകുവാൻ തക്കൊണ്ടമായി ഇടയായിത്തീർന്നു, അല്ലേ? അങ്ങനെ പെണ്ണിന്റെ കല്യാണം കഴിച്ച് പിന്നെ അവിടുത്തെ ശുശ്രൂഷയും കാര്യങ്ങളായി, അവിടെയും വീടായി, ഇവിടെയും വീടായി. കാരണം അതെല്ലാം എന്താ, മിനിസ്ട്രി നിമിത്തം ലൈഫ് ഉണ്ടാക്കിയെടുക്കുക. സ്വോത്രം. ഇവിടെ നോക്ക എങ്ങനെയാണ് ഉള്ളി പിടിച്ചും അധ്വാനിച്ചും തന്റെ ഇന്റഗ്രിറ്റി തെളിയിച്ചിട്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ വിശ്വാസം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അവസാനിക്കുമ്പോൾ ചങ്കു കൂടി അവസാനിക്കുന്നതിനെയാണ് ശിഷ്യന്മാരെല്ലാം താങ്കളുടെ വീട്ടിലേക്ക് പോയി. 8-ാം അധ്യായം 1-ാം വാക്യം, യേശുവോ ഒലിവുമലയിലേക്ക് പോയി. എന്താ സംഭവം എന്നറിയാമോ? പകൽ മുഴുവൻ ശുശ്രൂഷയായിരുന്നല്ലോ. ഇപ്പോൾ സന്ധ്യയായി, ജംഗ്ഷനിൽ വന്നിരിക്കുക. ശിഷ്യന്മാരെല്ലാം താങ്കളുടെ വീട്ടിലേക്ക് പോയി. കവലെ വന്നിട്ട് എത്ര പാതിരാത്രി ആയാലും ചെന്ന് കയറി കടക്കാൻ ശിഷ്യന്മാർക്കൊരു വീടുണ്ട്. വീടില്ലാത്ത കർത്താവ് അവിടെ തന്നെ തപ്പി നീക്കുക എല്ലാവരും പോകാൻ. എല്ലാവരും പോയെന്ന് ഉറപ്പായപ്പോൾ യേശുവോ ഒലിവുമലയിലേക്ക് പോയി. രാത്രി മുഴുവൻ ഒലിവുമലയിൽ പ്രാർത്ഥനയിൽ തന്റെ സമയത്തെ ചെലവഴിക്കും. സ്വോത്രം. 30 വയസ്സ് വരെ കുടുംബം നോക്കി, സഹോദരന്റെ വിവാഹം നടത്തി, എല്ലാ കാര്യവും ഭംഗിയായിട്ട് തീർന്നു. നിങ്ങൾക്കറിയാമോ, ക്രൂശിൽ കടക്കും പോലും കുടുംബത്തെ കാര്യമാണ് കർത്താവിന്റെ വിഷയം. മാനവജാതി രക്ഷയുടെ പ്രവൃത്തി തികച്ചെടുക്കുമ്പോഴും അമ്മയെ മറന്നില്ല. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. കാലം ഒരു മുള്ളു കൊണ്ട പിന്നെ നമുക്ക് പരിസരബോധമില്ല. അതാ നമ്മുടെ രീതി. ആരാ വിളിച്ചു? അയ്യോ, ഞാൻ വേദന കൊണ്ടങ്ങ് പൊളയായിരുന്നേ, വല്ലാതെ പഴിച്ചിരിക്കുക, എനിക്ക് അയ്യോ കാൽ ചവിട്ടാൻ വയ്യ. ആരാ വിളിച്ചു? ആരെങ്കിലും ആട്ടെ, പരവശ എടുക്കുന്നേ, അയ്യോ പോത്തൊന്ന് ബഹളം വെക്കുക. നമ്മള് ക്രൂശിൽ പ്രാണം വെടിയാൻ തയ്യാറായി നിൽക്കുമ്പോഴും
അരുമ ശിഷ്യനോട് പറയുക, കസിനാണല്ലോ, പറഞ്ഞു, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ, ഏറ്റെടുത്തോ. സ്വോത്രം. എല്ലാം മനസ്സിലാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. കർത്താവ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ കുടുംബത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി ക്രമീകരിച്ച് റെഡിയാക്കിയതിന് ശേഷമാണ് ശുശ്രൂഷയിലോട്ട് ഇറങ്ങുന്നത്. അപ്പോഴേക്കും വയസ്സ് 30 അർത്ഥാൽ ഒരു റാബായി പുറത്തുള്ള ടൈം കറക്റ്റായി. സ്തോത്രം. താനൊരു സാധാരണ റാബായി അല്ല. അത് പിന്നെ ഏത് ടൈപ്പ് ആണെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാൻ സമയം തീർന്നതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. 30 വയസ്സിൽ തന്റെ സ്കില്ല് താൻ തെളിയിച്ചെങ്കിലും സുവിശേഷ വേലയ്ക്ക് ആവശ്യം സ്കില്ലല്ല, ക്യാരക്ടറാണ്, ഇന്റഗ്രിറ്റിയാണ്. യു ഗോട്ട് ഇറ്റ് വാട്ട് ഐ ആം സേയിങ്? മനസ്സിലാകുന്നുണ്ടോ? 30-ാമത്തെ വയസ്സിൽ ഒരു കർത്താവ് സ്കില്ലും കൊണ്ട് നടന്നെങ്കിൽ 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റ്, സ്നാനത്തെക്കുറിച്ച് അല്പം പറയാനുണ്ട്, അതുകൊണ്ട് സ്തോത്രം. ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് മാറുമ്പോൾ നടക്കുന്ന സംഭവമാണ് സ്നാനം. സ്തോത്രം. ഒരു സ്നാനമല്ല, പല സ്നാനമുണ്ട്. അത് ഞാൻ വിവരിക്കാം പിന്നെ അടുത്ത ക്ലാസ്സിൽ. ഞാൻ അവിടെ കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്നാനം പലതുണ്ട്. മഹാപാപരിഹാര ദിവസം മഹാബലിനെ 5 പ്രാവശ്യം സ്നാനപ്പെടണം. 5 പ്രാവശ്യം, അന്ന് ഒറ്റ ദിവസം മാത്രം. അതിന് മുമ്പത്തെ സ്നാനം ഞാൻ പിന്നെ പറയാം. അപ്പോൾ സ്നാനങ്ങൾ, അതാണ് എബ്രായ ലേഖനം 6-ാമത്തെ സ്നാനങ്ങളുടെ ഉപദേശം എന്ന് പറയാൻ കാരണം. ലേവ്യ പുസ്തകത്തിന്റെ കമന്ററിയാണ് എബ്രായ ലേഖനം എന്ന് ഞാൻ പറഞ്ഞ മറക്കരുത്. സ്തോത്രം. എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ നിർത്തട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് ആവശ്യം സ്കില്ലല്ല, ക്യാരക്ടറാണ്, ഇന്റഗ്രിറ്റിയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിന്ന് ചിന്തിക്കുന്ന സ്കില്ലുള്ള ആളാണ്. അയ്യോ, പുള്ളി നമ്മുടെ ചർച്ചവരാണെങ്കിൽ പുള്ളി നമ്മുടെ ഗിറ്റാർ വായിക്കും കേട്ടോ, കീബോർഡും പ്ലേ ചെയ്ത് വർഷിപ്പ് ലീഡ് ചെയ്യാൻ പുള്ളി മുടുക്കണം, പുള്ളിയെ കിട്ടിയാൽ കൊള്ളാം. നമുക്ക് ആ സ്കില്ല് മതി. ഈ പുള്ളി വന്ന കാര്യങ്ങൾ ഇറങ്ങാനും അതൊക്കെ ഓടി ചെയ്യാനും നല്ല സ്കില്ലുള്ള മനുഷ്യനാണ് കേട്ടോ. പുള്ളിയെ വേണം നമ്മുടെ ചർച്ചയിലോട്ട്. ഈ സ്കില്ല് തപ്പി പോകുമ്പോൾ ക്യാരക്ടർ ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല. സ്തോത്രം. സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായിരുന്ന വാക്യം പോലെ എല്ലാവരുടെ മുഖം പെട്ടെന്ന് മ്ലാനമായി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുകൂടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് സ്കില്ലല്ല ആവശ്യം, ക്യാരക്ടറാണ്, ഇന്റഗ്രിറ്റിയാണ്. അത് കർത്താവ് തെളിയിച്ചു. കർത്താവിന്റെ സ്നാനവും തുടർന്നുള്ള ദൈവത്തിന്റെ സാക്ഷി എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അടുത്ത ദൈവനിശ്ചയ വെള്ളിയാഴ്ച പാട്ട് നമുക്ക് വേണ്ടി ചിന്തിക്കാം. ഇത് കേട്ട വചനം നമുക്ക് അനുഗ്രഹമായി തെറ്റത് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.